ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജലി, എന്താ ഞാൻ വക്കീൽ സാറിനെ സ്നേഹിക്കുന്നില്ലെന്നാണോ പരാതി എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ പരാതിയൊന്നും ഇല്ല, പക്ഷേ ഞാൻ ആ കിട്ടാത്ത സ്നേഹത്തിന് മുൻപിൽ എപ്പോഴും ഇങ്ങനെ കാത്തിരിക്കുകയാണെന്ന് പറയണേ. ഇന്ന് മാത്രമല്ല, എൻ്റെ രാജകുമാരി അടുത്തുള്ളപ്പോൾ എപ്പോഴാണ് ഞാൻ റൊമാൻറ്റിക് മൂഡിലല്ലാത്തത് എന്ന് പറയുമ്പോൾ അഞ്ജലി ഇങ്ങനെ ചേർന്ന് നിൽക്കണേ. അങ്ങനെ ശ്യാം ആ സ്പ്രേ ബോട്ടിൽ ഇങ്ങനെ ബാക്കിലോട്ട് പിടിച്ചിരിക്കുകയാണേ. അപ്പം അഞ്ജലി അത് മനസ്സിലാക്കുന്നുണ്ട്. എന്താ കയ്യിൽ? ഏയ് ഒന്നുമില്ലല്ലോ. അല്ല, മറ്റേ കയ്യിൽ, ഈ കയ്യിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ടേ. എന്നിട്ട് അഞ്ജലി അത് പിടിച്ചു വാങ്ങുമ്പോൾ, ഇതെന്താ പെർഫ്യൂം ബോട്ടിലോ? ഇതെൻ്റെ രാജകുമാരിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം തന്നെയാണ്. ഇതിൻ്റെ ഗന്ധത്തിൽ നിന്നെ നെഞ്ചോട് ചേർത്ത് എൻ്റെ തലയ്ക്ക് വല്ലാത്തൊരു മത്ത് പിടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ അഞ്ജലിയുടെ സാരിയിൽ ഇങ്ങനെ അടിക്കാൻ കേട്ടോ. ഒരുപാട് അടിക്കുന്നുണ്ട്. അപ്പം അഞ്ജലി തന്നെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ശ്യാമേട്ട ഇങ്ങനെ ഇപ്പോൾ തന്നെ സ്പ്രേ ബോട്ടിൽ തീർക്കാനുള്ള പരിപാടിയാണോ? തീരട്ടെ, നമുക്ക് പുതിയൊരെണ്ണം വാങ്ങാലോ. എന്നാലും ഇതിൻ്റെ ഗന്ധം എന്നെ വല്ലാണ്ട് മത്ത് പിടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണേ. അയ്യോ ശ്യാമേട്ട, ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പൂജാരി വന്നിട്ടുണ്ടാകും, പൂജ തുടങ്ങിയിട്ടുണ്ടാകും, നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? വേഗം വാ ശ്യാമേട്ട എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ശ്യാമിനെ അങ്ങ് കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ എനിക്കാണെങ്കിൽ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂജാരി ചോദിക്കുന്നുണ്ട് പ്രീതിയെ കണ്ടിട്ട്, ഇതാണോ വിവാഹം കഴിക്കാനുള്ള പെൺകുട്ടി? അതെ, നല്ല സ്ത്രീത്വമുള്ള കുട്ടിയാണ്, ഈ കുടുംബത്തിലേക്ക് നല്ലൊരു പെൺകുട്ടി തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമ്മുടെ മനോരമയ്ക്ക് പിടിക്കുന്നേ ഇല്ലേ? കേട്ടോ അമ്മേ, ഇവിടെ എത്ര വിവാഹം നടന്നാലും ഇവർ തന്നെയാണ് ഇവിടുത്തെ എവർഗ്രീൻ ഇണക്കിളികൾ. ഒരാളുടെ കൂടെ എപ്പോഴും നിഴലായിട്ട് ഒരാളുണ്ടാകും എന്ന് ശ്യാമിനെയും അഞ്ജലിയെയും നോക്കി മോഹനേട്ടൻ പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട്, അതാ ഇപ്പൊ നന്നായേ. അത് മരുമോൻ കൂടെ ഉണ്ടായിട്ടാ. ഇടയ്ക്കിടയ്ക്ക് മരുമോൻ ഇറങ്ങി ഇവിടുന്ന് ഒരു പോക്കുണ്ട്, അപ്പൊ ഇണക്കിളിയെ കാണണം എന്നൊക്കെ പറയണേ. അല്ല, അഞ്ജലി ബേബിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആണുങ്ങളുടെ മനസ്സ് ഗണിച്ചൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ മോഹനേട്ടൻ പറയുന്നുണ്ട്, നല്ലൊരു ദിവസമായിട്ട് നീ ഇങ്ങനെ ഓരോന്ന് പറയാതെ മനോരമേ. അപ്പോൾ മനോരമ അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അഞ്ജലി ബേബിയുടെ മുഖത്ത് ഇത്ര സന്തോഷം? ഏയ് അതൊന്നുമില്ല ആൻറ്റി, ഇവിടുത്തെ ഒരുക്കങ്ങൾ തീർന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ സഹായിക്കാന്ന് പറഞ്ഞ് വിളക്കിലൊക്കെ എണ്ണ പാർന്ന് കത്തിക്കുകയാണേ. അപ്പോഴേക്കും നമ്മുടെ ശ്യാം സൂക്ഷിച്ച അഞ്ജലി എന്ന് പറഞ്ഞ് സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ റോസ് വാട്ടർ വീഴുന്നുണ്ട് കേട്ടോ ശ്യാമിൻ്റെ കയ്യിൽ നിന്ന് സാരിയിലോട്ട്. അപ്പം അഞ്ജലി പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് സാരി മാറ്റി വരാം, റോസ് വാട്ടർ ആയില്ലേ? അയ്യോ അഞ്ജലി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് റോസ് വാട്ടർ അല്ലേ. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി, ഈ സാരിയിൽ നീ വളരെ പ്രിറ്റിയാണെന്ന് പറയുമ്പോൾ അഞ്ജലി ആ സാരി മാറാതെ അവിടെ തന്നെ നിൽക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി പൂജാരിയോട് പറയുന്നുണ്ട്, ആദ്യം ആകാശിന്റെയും പ്രീതിയുടെയും പൂജ നടത്താല്ലേ തിരുമേനി? ആയിക്കോട്ടെ, അവരല്ലേ നവദമ്പതികൾ, അവരുടെ പൂജ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ശ്യാമിന്റെ മുഖം വല്ലാതാവാണ് കേട്ടോ. അപ്പൊ അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്താ ശ്യാമേട്ടാ ഇതെന്താ ഇങ്ങനെ? ഇവിടെയുള്ള എല്ലാ പൂജയ്ക്കും ആദ്യം ഇരിക്കുന്നത് നമ്മളല്ലേ, പിന്നെ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അതിനിപ്പോ എന്താ ശ്യാമേട്ടാ, അവരല്ലേ നവദമ്പതികൾ, അപ്പൊ അവരുടെ പൂജ ആദ്യം നടന്നോട്ടെ. ആദ്യം നമ്മുടെ കല്യാണമല്ലേ കഴിഞ്ഞത്, അപ്പൊ നമ്മളല്ലേ ഇരിക്കണ്ടേ എന്നൊക്കെ ചോദിക്കട്ടെ ശ്യാം. അതൊന്നും കുഴപ്പമില്ല ശ്യാമേട്ടാ എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ അഞ്ജലി, ശ്യാമോൻ എന്താ പറയുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അതിന് ശ്യാമാട്ടോ ഉത്തരം പറയുന്നത്. അത് പിന്നെ മുത്തശ്ശി, നിങ്ങളുടെ പേരിലുള്ള പൂജയായിരിക്കും ആദ്യം നടക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നവദമ്പതികൾ ഇവരല്ലേ, ഇവരുടെ കല്യാണമല്ലേ നടത്തേണ്ടത്, അപ്പോൾ ആദ്യം അവരിരിക്കട്ടെ, അടുത്തത് നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറയണേ. എന്നിട്ട് ആകാശിനോടും പ്രീതിയോടും ചെന്നിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവർ പോയിരിക്കണ സമയത്ത് അമ്മായി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ അമ്പലത്തിൽ പൂജിച്ച ആ നെയ്യ് എടുത്തില്ലേ? അയ്യോ, ഞാനത് അമ്മായി എടുക്കുമെന്നാ ഞാൻ വിചാരിച്ചേ, ഞാനത് എടുത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഇത് കേൾക്കുമ്പോൾ പ്രമീള പറയുന്നുണ്ട്, അതൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് അപ്പോഴേക്കും പൂജ തീർന്നു പോയില്ലേ. അപ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, എന്ത് പറ്റി? അയ്യോ അഞ്ജലി, ഒരു അബദ്ധം പറ്റിപ്പോയി, ആകാശിന്റെയും പ്രീതിയുടെയും പേരിൽ അമ്പലത്തിൽ കഴിപ്പിച്ച നെയ്യ് എടുക്കാൻ വിട്ടുപോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യാ എന്ന് ചോദിക്കുമ്പോൾ, ഏതായാലും ശ്രുതി തനിച്ച് പോകണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതിക്കുട്ടിയുടെ കൂടെ ഞാൻ പോകാലോ, കാർ എടുത്തിട്ട് പോകാം, എനിക്ക് പെട്ടെന്ന് എത്താലോ, പൂജ നടക്കട്ടെ, കമോൺ ശ്രുതി എന്ന് വിളിക്കുമ്പോഴേക്കും ശ്രുതി അശ്വിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാട്ടോ. അശ്വിൻ വിചാരിക്കുന്നുണ്ട് എന്നെ വിളിച്ചെങ്കിൽ എന്ന്. അങ്ങനെ അശ്വിന്റെ പരിഭ്രമം കാണുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ നന്ദുചേട്ടന്റെ കൂടെ പൊക്കോളാം, കമോൺ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും കൂട്ടിയിട്ട് പോവാൻ കേട്ടോ എനിക്ക്. അപ്പോൾ അശ്വിൻ ശ്രുതിയെ കാണാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ ടെൻഷൻ താങ്ങാനാവാതെ നമ്മുടെ അശ്വിൻ ഫോൺ ചെയ്യാട്ടോ ശ്രുതിക്ക്. ശ്രുതിയുടെ ഫോണ് എടുക്കുന്നത് അഞ്ജലി ആയിരിക്കും കേട്ടോ. അയ്യോ ശ്രുതി ഫോൺ കൊണ്ടുപോയില്ലേ, ഇതിൽ കുഞ്ഞനാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് പോവാണേ. കുഞ്ഞാ, നീ എന്തിനാ ശ്രുതിയെ വിളിക്കുന്നത്? അത് പിന്നെ ചേച്ചി, അത് പിന്നെ
അവൾ പോയിട്ട് ഇത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ. അതിന് കുഞ്ഞാ അവൾ പോയിട്ട് അധികം നേരമൊന്നും ആയില്ലല്ലോ. അല്ല എന്താ ഇങ്ങനെ ലേറ്റ് ആവുന്നത്? പെട്ടെന്ന് വന്നൂടെ, ഇവിടെ പൂജ നടക്കല്ലേ. അവർ പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ പൂജ വൈകില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയാണേ അശ്വിൻ. അതിനെന്തിനാ കുഞ്ഞാ നീ പേടിക്കുന്നേ? അതിന് നീ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അവരിങ്ങ് വന്നോളും കുഞ്ഞാ. അല്ലേ ചേച്ചി, പിന്നെ എനിക്ക് ഒന്ന് വിളിക്കട്ടെ. അപ്പോൾ എനിക്കും ഫോൺ എടുക്കുന്നില്ല. വാട്ട്സ് ദ ഹെൽ, എല്ലാവരും കണക്ക് തന്നെയാ. ചേച്ചി ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ കുഞ്ഞാ? ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ പൊക്കോ, ഞാൻ തടസ്സമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ലാത്തൊരു ആക്കിയ മാതിരി ചിരിക്കാട്ടോ അഞ്ജലി. അപ്പൊ നമ്മുടെ അശ്വിൻ ഒരു ചമ്മിയ ഫീലിലാണ് കേട്ടോ പോകുന്നത്. എന്നിട്ട് അഞ്ജലി ചോദിക്കുന്നുണ്ട് ഇവനിത് എന്ത് പറ്റി എന്നുള്ള കാര്യം. അങ്ങനെ നമ്മുടെ അശ്വിൻ പോയതിന് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് ശ്യാമിന്റെയും അഞ്ജലിയുടെയും പൂജ നടക്കട്ടെ ആദ്യം, അത് കഴിഞ്ഞാവാം പ്രീതിയുടെയും ആകാശിന്റെയും എന്ന് പറഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അഞ്ജലി ചെന്നിരിക്കും ശ്യാമേട്ട വാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ശ്യാം പോയി ഇരിക്കുന്ന നേരം ഈ വിളക്ക് എണ്ണയില്ലല്ലോ, ആ എണ്ണ ഇങ്ങ് എടുത്തേ എന്ന് പറഞ്ഞിട്ട് എണ്ണ ഒഴിക്കണ നേരം തന്നെ അഞ്ജലിയുടെ സാരിയിലേക്ക് ഒഴിക്കാണ് കേട്ടോ. അയ്യോ സോറി അഞ്ജലി. എന്താ ശ്യാമേട്ടാ, എന്താ ഇന്ന് എല്ലാം കയ്യിൽ നിന്ന് സ്ലിപ്പ് ആവാണല്ലോ, ഞാൻ ഈ സാരി മാറ്റിയിട്ട് വരാം എന്ന് പറയണേ. അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അഞ്ജലി ആ എണ്ണ ആയ സാരി ഇട്ട് പൂജക്കിരിക്കേണ്ട, അത് അശുഭ ലക്ഷണാണ് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുത്തശ്ശി എന്ന് പറയുമ്പോഴേക്കും പൂജാരി പറയുന്നുണ്ട് അല്ല അതങ്ങനെയല്ല, മുത്തശ്ശി പറഞ്ഞതിലും കാര്യമുണ്ട്, എണ്ണയായിട്ട് പൂജക്കിരിക്കുന്നത് അശുഭ ലക്ഷണം തന്നെയാ എന്ന് പറഞ്ഞിട്ട് സാരി മാറ്റിക്കോളൂ, ധാരാളം സമയമുണ്ടല്ലോ എന്ന് പറയണേ. അങ്ങനെ അഞ്ജലി സാരി മാറ്റാൻ പോകുമ്പോഴേക്കും ശ്യാമിന് അങ്ങ് ദേഷ്യം പിടിക്കണേ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അശ്വിൻ വണ്ടിയുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഒരു ആംബുലൻസ് കാണും. അപ്പോൾ വഴിയരികിൽ നിന്ന് ഒരാളോട് ചോദിക്കുന്നുണ്ട് അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യം. അവിടെ ഒരു ചെറുപ്പക്കാരനും ഒരു സ്ത്രീയും കാർ ആക്സിഡന്റിൽ പെട്ടതാണ്, അവരെ കൊണ്ടുപോകാൻ ആ ആംബുലൻസ് വന്നതെന്ന് പറയുമ്പോൾ ശ്യാം അത് ശ്രുതിയാണോ എന്ന് തെറ്റിദ്ധരിക്കും കേട്ടോ. അപ്പോഴേക്കും ആംബുലൻസ് പോകുമ്പോൾ അതിന്റെ പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അശ്വിൻ